വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 430, അതായത് ഇന്ന് ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ ഒരു പ്രോമോയിലോട്ട് പോവാം. പ്രോമോൻ്റെ തുടക്കത്തിൽ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് തുടങ്ങുന്നത്. അതായത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അവസാനം നീലു പൂച്ചനെ കണ്ടിരുന്നു, അതോടെ എല്ലാവരെയും ഇങ്ങനെ തുറച്ചു നോക്കുന്നതോടെയാണ് എപ്പിസോഡ് ഉണ്ടായത്. ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ആവുന്ന ആ ഒരു ഡിസ്കഷനിലൂടെയാണ് പൂച്ച എങ്ങനെ വന്നു എന്നും പൂച്ചയെ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഇന്നത്തെ എപ്പിസോഡിൽ. അതിൽ ആദ്യത്തെ സീന് തന്നെ നീലു തർപ്പിച്ച് പറയുന്നുണ്ട് പൂച്ചയെ കിച്ചണിലേക്ക് കയറ്റാൻ പറ്റത്തേയില്ല എന്ന രീതിക്ക്. അപ്പോൾ കേശു പറയുന്നുണ്ട് കൊച്ചിൻ്റെ ആഗ്രഹമല്ല അമ്മയെ സാധിച്ചു കൊടുത്തേക്ക് എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പം പാറക്കുട്ടിയും നീലുവിൻ്റെ അടുത്ത് പോയിട്ട് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് കെഞ്ചുന്നുണ്ട്. അടുത്ത സീന് പാറക്കുട്ടി ആ ഊഞ്ഞാലിരുന്നിട്ട് തുമ്പീൻ്റെ അടുത്ത്, അതായത് പൂച്ചിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പൂച്ചയോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ പറഞ്ഞാൽ എന്തുവാണെങ്കിൽ ഞാൻ കേൾക്കാം, ചേച്ചിയോട് വഴക്കിടല്ലേ എന്ന രീതിക്ക് ആ ഒരു പൂച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കേട്ടിട്ട് ബാക്കിയുള്ള പിള്ളേരൊക്കെ, അതായത് ലച്ചുവും ശിവാനിയും കേശുവൊക്കെ അവിടുന്ന് വന്നിട്ട് നീ ആരോടാ സംസാരിക്കണത് എന്ന രീതിക്ക് വന്ന് പാറക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാറക്കുട്ടി സിമ്പിളായിട്ട് തുമ്പിയോടാണ് എന്ന രീതിക്ക് പറയുന്നുണ്ട്. ഹോട്ടൽ ഇത് കേട്ടിട്ട് ദിയ പറയുന്നുണ്ട് ഇത് കൈവിട്ട് പോയി എന്ന രീതിക്ക് ദിയ എല്ലാവരും മുമ്പിൽ വെച്ചും പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീന് ശിവാനി നീലുവിൻ്റെ അടുത്തും ബാലിൻ്റെ അടുത്തും പറയുന്നതാണ് അവൾ പൂച്ചയോട് സംസാരിക്കുന്നത് എന്ന രീതിക്ക് പാറക്കുട്ടിയെക്കുറിച്ച് നീലു എല്ലാവരുടെ അടുത്തും പോയി പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ബാല് ഭയങ്കര പുച്ഛത്തിൽ പൂച്ചയോട് സംസാരിക്കുക എന്ന രീതിക്ക് പാറക്കുട്ടി ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് പൂച്ചയെ നോക്കുന്നുണ്ട്. എന്നിട്ട് പൂച്ചനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നെരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബാലു പൂച്ചനെ പിടിച്ച് നിൽക്കുന്നതോടെ ആ ഒരു സൗണ്ട് കേൾക്കുന്നതോടെ ആ ഒരു പ്രോമോ ഉണ്ടായി. ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് അത് തന്നെയാണ്. ആദ്യം ഇന്നലത്തെ എപ്പിസോഡിൽ തൊട്ട് തന്നെ വരാം. അതായത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അവസാനം നീലു പൂച്ചനെ കണ്ടിട്ട് അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് വരുന്നത്. എന്നിട്ട് ഇവരെല്ലാവരും ചേർന്ന് നീലുവിനെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിച്ച് ആ പൂച്ചയെ ഇവിടെ സ്റ്റേ ചെയ്യിപ്പിക്കാൻ വേണ്ടി കൺവിൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കൺവിൻസ്ഡ് ആയോ അല്ലയോ എന്നൊക്കെ നമുക്ക് എപ്പിസോഡ് 1 മനസ്സിലുള്ള മാക്സിമം കൺവിൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ബാക്കി സ്റ്റോറി ഇനി അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പൂച്ച അവിടെ താമസിക്കുകയാണെങ്കിൽ പാറക്കുട്ടി അതിൻ്റെ അടുത്ത് സംസാരിക്കുകയും അത് ഇവരെല്ലാവരും കേൾക്കുന്നുണ്ട്. പക്ഷേ ഓഡിയൻസായി നമുക്കറിയാം, നമ്മളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട് ഇവർ ആ പൂച്ചയും പാറക്കുട്ടിയും പാടുള്ള ആ ഒരു കോൺവെർസേഷനൊക്കെ പൂച്ച സംസാരിക്കുന്ന പോലെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ആ വീട്ടിലുള്ളവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ പൂച്ച സംസാരിക്കുന്ന പോലത്തെ ഒരു പൂച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്യുമോ അല്ല ഇതൊക്കെ പാറക്കുട്ടിക്ക് വെറുതെ തോന്നുന്നതാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചെയ്യുമോ എന്നൊക്കെ നമുക്ക് എപ്പിസോഡ് വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്തായാലും പാറക്കുട്ടി ആ പൂച്ചിനോട് സംസാരിക്കുന്നുണ്ട് എന്ന രീതിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഇവരെല്ലാവരും കണ്ടുപിടിക്കുന്നുണ്ട്. അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും അതെന്താണെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുന്നതായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഏതായാലും ഒരാഴ്ച ഫുള്ളായിട്ട് ഈ ഒരു പൂച്ചനെ വെച്ച് തന്നെ ഇവർ എപ്പിസോഡുകൾ ഓട്ടിയിട്ടുണ്ട്. ഒരു കണ്ടന്റും ഇല്ലെങ്കിൽ ഈ പൂച്ചനെ കൊണ്ടുവരുന്നതും ആദ്യം ബാലുവിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു, ശങ്കരനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതും നീലുവിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതും അങ്ങനെ ഓരോരുത്തരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതും ഓരോരോ എപ്പിസോഡായിട്ട് തന്നെ ഇവർ ഓടിക്കൊണ്ട് പോകുന്നുണ്ട്. ഏതായാലും ഇത് ഇന്നത്തോടെ, അതായത് ഈ ഒരു ആഴ്ചൻ്റെ എൻഡിങ് എപ്പിസോഡാണ് ഇന്ന് വെള്ളിയാഴ്ച വരാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡോടെ ഈ ഒരു പൂച്ചിൻ്റെ കണ്ടന്റ് അവസാനിപ്പിച്ചിട്ട് തിങ്കളാഴ്ച തൊട്ട് ഫ്രഷ് ആയിട്ട് വേറെ വല്ല കണ്ടന്റിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ പൂച്ചയിൽ തന്നെ കറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പൂച്ച ഒരു ക്യാരക്ടറായിട്ട് തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൽ തന്നെ തൂങ്ങി പിടിക്കാതെ വേറെ കണ്ടന്റ് എക്സ്പ്ലോർ ചെയ്താൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും എന്നുള്ളത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.